ഞാൻ ഇന്ന് ഓവനുമില്ല, ഇങ്ങനെ കുക്കറുമില്ല, ഇച്ചിരി പപ്സ് ഉണ്ടാക്കാൻ പോവാം. 2-3 പേര് എന്നോട് ചോദിച്ച് ഇച്ചിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഞങ്ങൾക്ക് പപ്സ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കൊളസ്ട്രോളുണ്ട്, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നു. ഞങ്ങൾക്കും കഴിക്കണ്ടേ? അപ്പോൾ അവരെയൊക്കെ ഉദ്ദേശിച്ചു, എല്ലാവർക്കും കഴിക്കാം, അപ്പോൾ അവരെ ഉദ്ദേശിച്ചും കൂടി ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഗോതമ്പ് പൊടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, മൈദയിലല്ല. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ ഈ തവിക്കൊരു 4 തവി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മളിടാം. അധികം എണ്ണ ചേർക്കാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അധികം എണ്ണ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മുട്ടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് ഒരു ശകല എണ്ണ ഒഴിക്കുന്നുണ്ട്. ഉപ്പ് ഒഴിച്ച് കഴിഞ്ഞ് എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഈ മാവൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് വേറെ ഒന്നുമില്ല, ചപ്പാത്തിക്ക് നമ്മൾ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഇച്ചിരി വെള്ളം നോക്കി ഒഴിക്കണം. ഞാൻ കുറച്ച് മാവേ എടുത്തുള്ളൂ. ഇതിനകത്ത് മുട്ട ചേർത്തുണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാം. ഇത് ഏറ്റവും മിതമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ രുചിക്ക് നമ്മൾ പോകുമ്പോൾ കൂടുതൽ മരുന്ന് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് അധികം രുചി കൂട്ടാതെ സാധാരണ എല്ലാവർക്കും കഴിക്കാവുന്നതുപോലെ ഞാൻ പപ്സ് ഉണ്ടാക്കാം. ഇനി ഞാൻ ആ മാവ് കുഴച്ച് വെച്ചേ. ഇനി അതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. അത് മൂടി വെക്കണം കേട്ടോ. തുറന്ന് വെച്ചാൽ ഉണങ്ങി പോകും. അതുകൊണ്ട് അത് മൂടി വെക്കാം. ആ നേരത്തിന് നമുക്ക് ഇനി അതിനാവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാമേ. അത് ഒരു ശകല എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ വളരെ കുറച്ചാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അതിനാവശ്യമായിട്ട് 2 സവോള പൊടിയായിട്ട് അരിഞ്ഞത്, 1 പച്ചമുളക്, ഇച്ചിരി വെളുത്തുള്ളി, 2 കഷ്ണം വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി. നമ്മളിനി ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ അതിൻ്റെ മസാല ഇടും. ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മുട്ടയല്ല, ചിക്കൻ വെച്ചിട്ട്. അതിന് ഞാൻ 2 കഷ്ണം ചിക്കൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഒരു ശകല ഉപ്പ് ഇട്ടു, ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് അത് വേവിച്ച് വെച്ചിരിക്കുക. ഇനി നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അത് തണക്കാൻ വെച്ചിരിക്കുക. ഞാൻ അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ശകലം മഞ്ഞൾ പൊടി ഇടാം. ശകലം മതി. പിന്നെ 1 പച്ചമുളക് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണ്ടിയവർക്കാണെങ്കിൽ എരിവ് കൂടുതലിടാം. ഞാനിപ്പോൾ ഒരു ശകലം കാശ്മീരി മുളക് പൊടി ഇടും. ശകലം ഇടുന്നത്. ഇത്തിരി എരിവ് കൂടാൻ നമുക്ക് വേണ്ട. പിന്നെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ മസാല ഉണ്ടല്ലോ, മസാല അത് ഇടുന്നുണ്ട് 1 സ്പൂൺ. ഇഷ്ടമുണ്ടോ ഇന്നോട്ടെ, നല്ല ചുവയിന്നോട്ടെ. പിന്നെ ഇതും കൂടി ഇട്ട് നമ്മളിതൊന്ന് വഴറ്റുക. നല്ലപോലെ ഈ പൊടിയുടെ മണമൊന്ന് മാറുന്നിടം വരെ നല്ലപോലെ വഴറ്റിയിട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ച് ഈ സവോള ഒന്ന് വേവിക്കണം. അത് നമ്മൾ ഒത്തിരി എണ്ണ ചേർത്തല്ലല്ലോ ഉണ്ടാക്കുന്നത്. എണ്ണ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അത് കാരണം ഈ സവോള നമുക്കൊന്ന് അലിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് തുള്ളി വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കും. ഇത്രയും വെള്ളം ഒഴിച്ച് സവോള വേവിക്കും. വേവിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് അതിനകത്ത് ചിക്കൻ ഇട്ടൊന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ക്രഷ് ചെയ്ത ചിക്കനും കൂടി ഇതിനകത്ത് ഇടുവാണേ. ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്നിട്ട് നമ്മൾ 1 മിനിറ്റ് ഇതൊന്ന് യോജിപ്പിക്കണം. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമ്മൾ 1 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കണം. എന്നുവെച്ചാൽ ചിക്കൻ നമ്മൾ പകുതി വേവിച്ചിട്ടാണ് ഇത് ക്രഷ് ചെയ്തെടുത്തത്. അളിഞ്ഞു പോകാതെ നമുക്ക് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ വെച്ചു. ഇനി നമുക്കൊരു 3 മിനിറ്റ് സിമ്മിലിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോഴത്തേനും നമുക്കത് ബോളൊക്കെ പിടിച്ച് വെക്കാം. ഇപ്പോൾ അതെല്ലാം ഞാൻ ചപ്പാത്തി വലുപ്പത്തിന് പരത്തുവാണേ. ചപ്പാത്തിക്ക് അല്ല എങ്ങനെയെങ്കിലും നിങ്ങളുടെ മാവ് എത്ര ഇതായോ അതുപോലെ അങ്ങ് പരത്താം. ഇത് കണ്ടോ, ഇപ്പോൾ ചപ്പാത്തി നല്ല വലുപ്പത്തിന് തന്നെ ഇതായിക്കിട്ടി.
ഇനിയിപ്പോൾ ഇതൊരു ശകലം ഓയിലും ഒരു ശകലം ഗോതമ്പ് പൊടിയുക. ഇനി ഇത് ഓയിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ മുട്ട ചേർക്കാം. മുട്ട ചേർക്കുന്നുള്ളൂ. മുട്ട ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാനിത് കണ്ടോ, ഇതിലോട്ട് ഇതൊന്ന് ഇച്ചിരി തൂത്ത് കൊടുക്കുക. ഒരു ശകലം ഈ പരത്തി വെച്ചേക്കുന്നതിലോട്ട് ഞാൻ പുറത്തോട്ട് അടുത്ത ചപ്പാത്തി എടുത്ത് വെക്കുക. എന്നിട്ട് അതിന് അതുപോലെ ഇത് തൂത്ത് കൊടുക്കും. പൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അടുത്ത് വെച്ചു. ഇത് മൈദയാവില്ല, ഇത് ഗോതമ്പ് പൊടിയാണ് കൂടുതലും. ശകല ഓയിലേ ഉള്ളൂ. മുട്ട ചേർക്കുന്നവർക്ക് മുട്ട ചേർക്കാം കേട്ടോ. മുട്ട അടിച്ച് പതപ്പിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് വേണേലും വെക്കാം. അപ്പം ഞാൻ ആ ചപ്പാത്തി 5 ചപ്പാത്തി ഉണ്ട്. 5 ചപ്പാത്തി ഇങ്ങനെ ലെയറായിട്ട് വെച്ചിട്ട് പരത്തിയെടുത്തു. ഇനി നമ്മളിതിൻ്റെ സൈഡ് നമ്മൾ ഒരു ചതുര ഷേപ്പിൽ നമ്മളൊന്ന് വെട്ടിക്കളയാം. നമുക്കിപ്പോൾ ഈ 4 എണ്ണത്തിൻ്റെ ആവശ്യമേ ഇങ്ങനെ മുറിക്കുക. ഇത്ര വലുപ്പത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ പപ്സിൻ്റെ ഷീറ്റ്. പപ്സിൻ്റെ ഷീറ്റ് റെഡിയായി. അതാണ് അതായത്. ഇനി ഇതിനകത്തോട്ട് ഇനി ഇത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു ധൈര്യത്തിന് ഇങ്ങനെ ഇച്ചിരി ഒഴിച്ച് വെച്ചത് ഒട്ടാനായിട്ട്. ഇനി അടുത്തത് ഇത് ചെയ്യാൻ പോകുന്നത്, ഒരു തവ അടുപ്പേ വെച്ചു. അത് ഇപ്പം നല്ല വില ചൂടായിരിക്കുക. അതിൻ്റെ പുറത്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ പാകത്തിനുള്ള ഷീറ്റ് തട്ട ഇതേ ഉള്ളൂ. ഇതിലും വലിയ തട്ടം ഉണ്ടെങ്കിൽ പിന്നെ സ്റ്റീലിൻ്റെ തട്ട ഇതിനകത്ത് കവർ ചെയ്ത് നിൽക്കുന്നത് വെക്കാം. ഞാനിപ്പോൾ ഇത് വെക്കുക. ഈ തട്ട ഇതൊരു ശകലം ചുമ്മാ ഒരു ഓയിൽ തൂത്തിട്ട് ഈ പാത്രം ഇങ്ങോട്ട് വെക്കുക. നമ്മൾ ഏത്തക്കാപ്പം ഉണ്ടാക്കിയ പോലെ തന്നെ. ഇനിയിപ്പോൾ ഈ പാത്രം ഇപ്പം അങ്ങ് ചൂടാകുമ്പോഴത്തേനും ഞാൻ പപ്സ് ഉണ്ടാക്കിയിട്ട് വരാം. ഇനി ഞാൻ അതിൻ്റെ മസാല ഇതിനകത്ത് എടുത്ത് വെക്കുക. ശകലം അങ്ങനെ മസാല ഇവിടെ എടുത്ത് വെച്ചിട്ട് ഇത് നമ്മളത് ഇങ്ങനെ കോണോട് കോണ ഇതിങ്ങനെ ഒട്ടിക്കും. ഈ മുട്ടയുടെ നമ്മൾ കലക്കി വെച്ചില്ലേ, അത് മതി ശകലം. അതിങ്ങനെ ഒട്ടിക്കുക. ഇതിങ്ങനെ ഒട്ടിക്കുക. അങ്ങനെ ഒട്ടിക്കുക. വിട്ടു പോകരുത്. ഇങ്ങനെ അത് ഇപ്പം ഈ പാലും ചൂടായി, ഇതും ചൂടായി, നല്ല ചൂടായി കിടക്കുക. ഇതിലോട്ട് നമ്മളിങ്ങനെ ഓരോ പപ്സ് എടുത്ത് വെക്കുക. അരമണിക്കൂറാണ് ഇതിൻ്റെ സമയം. ഇപ്പം നല്ല ചൂടി കിടക്കുവാണിത്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മളത് തീ കുറച്ച് കൊടുക്കണം. ഒരു 5 മിനിറ്റ് നല്ല കയ്യിൽ തന്നെ കിടക്കട്ടെ. കഴിയുമ്പോൾ നമ്മൾ തീ ഇച്ചിരി കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലൊരു പാത്രം കൊണ്ട് ഇതുകൊണ്ട് അടച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. എൻ്റെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പപ്സ് റെഡി ആയിട്ടുണ്ട്. അധികം ചേരുവകളൊന്നും ദോഷമായിട്ടുള്ളത് ചേർത്തിട്ടില്ല. എല്ലാം മിനിമമാണ്. എല്ലാവരും ഇതിനെ ട്രൈ ചെയ്ത് നോക്കുക. ഏത് അസുഖക്കാർക്കും ഇത് കഴിക്കാം. മുട്ടയൊക്കെ ചേർത്ത് രുചിയായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.